فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون. അതിനാൽ നമ്മുടെ പീഡനം ബാധിക്കുമ്പോൾ ഇക്കൂട്ടർ കീഴ്വണക്കം കാണിക്കാത്തതെന്ത്? പക്ഷേ ഇവരുടെ മനസ്സുകൾ ഏറെ കടുത്തുപോയിരിക്കുന്നു. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം വളരെ നല്ലതാണെന്ന് ചെകുത്താൻ തോന്നിപ്പിക്കുകയും ചെയ്തു. فَلَمَّا نَسُوا مَا ذُكِّرُوا بِهِ فَتَحْنَا عَلَيْهِمْ أَبْوَابَ كُلِّ شَيْءٍ حَتَّى إِذَا فَرِحُوا بِمَا أُوتُوا أَخَذْنَاهُمْ بَغْتَةً فَإِذَا هُمْ مُبْلِسُونَ. പിന്നെ അവർക്ക് ലഭിച്ച ഉദ്ബോധനങ്ങൾ വിസ്മരിച്ചപ്പോൾ സകലവിധ സൗഭാഗ്യങ്ങളുടെയും കവാടങ്ങൾ നാം അവർക്ക് തുറന്നുകൊടുത്തു. അങ്ങനെ തങ്ങൾക്കു ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറെ നിഗളിച്ചപ്പോൾ നാം അവരെ പെട്ടെന്ന് പിടികൂടി. അപ്പോഴോ അവരതാ എല്ലാറ്റിലും നിരാശരായിത്തീരുന്നു. فَقُطِعَ دَابِرُ الْقَوْمِ الَّذِينَ ظَلَمُوا وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ. അങ്ങനെ അക്രമം പ്രവർത്തിച്ച ആ ജനം മുരടറുക്കപ്പെട്ടു. സർവലോകനാഥനായ അല്ലാഹുവിന് സ്തുതി. قُلْ أَرَأَيْتُمْ إِنْ أَخَذَ اللَّهُ سَمْعَكُمْ وَأَبْصَارَكُمْ وَخَتَمَ عَلَى قُلُوبِكُمْ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِهِ انظُرْ كَيْفَ نُصَرِّفُ الْآيَاتِ ثُمَّ هُمْ يَصْدِفُونَ. പ്രവാചകൻ അവരോട് പറയുക, അല്ലാഹു നിങ്ങളുടെ കണ്ണുകളും കാതുകളും പിടിച്ചെടുക്കുകയും ഹൃദയങ്ങൾ അടച്ചു മുദ്രവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ശക്തികൾ നിങ്ങൾക്ക് തിരിച്ചേകാൻ കഴിവുള്ള ദൈവം അല്ലാഹുവല്ലാതെ ആരാണുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോക്കുക, നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എപ്രകാരം അവരുടെ മുമ്പിൽ ആവർത്തിച്ചവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവർ അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്നു. ഹൃദയങ്ങൾ അടച്ചു മുദ്രവെക്കുക എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് അവരുടെ ചിന്താശക്തിയും ഗ്രഹണശക്തിയും എടുത്തുകളയുകയെന്നാണ്. قُلْ أَرَأَيْتَكُمْ إِنْ أَتَاكُمْ عَذَابُ اللَّهِ بَغْتَةً أَوْ جَهْرَةً هَلْ يُهْلَكُ إِلَّا الْقَوْمُ الظَّالِمُونَ. ചോദിക്കുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പെട്ടെന്നോ പരസ്യമായോ വല്ല ദൈവശിക്ഷയും ഭവിക്കുകയാണെങ്കിൽ അക്രമികളല്ലാതെ നശിപ്പിക്കപ്പെടുമോ? وَمَا نُرْسِلُ الْمُرْسَلِينَ إِلَّا مُبَشِّرِينَ وَمُنذِرِينَ فَمَنْ آمَنَ وَأَصْلَحَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നാം ഏതു ദൂതനെയും അയക്കുന്നത് അദ്ദേഹം ശിഷ്ടജനത്തിന് സുവാർത്ത നൽകുന്നതിനും ദുഷ്ടജനത്തെ താക്കീത് ചെയ്യുന്നതിനും മാത്രമാകുന്നു. അനന്തരം ആർ അവരുടെ സന്ദേശം സ്വീകരിച്ച് കർമ്മരീതികൾ സംസ്കരിക്കുന്നുവോ അവർ ഭയപ്പെടാനും ദുഃഖിക്കാനും സംഗതിയാകുന്നതല്ല. وَالَّذِينَ كَذَّبُوا بِآيَاتِنَا يَمَسُّهُمُ الْعَذَابُ بِمَا كَانُوا يَفْسُقُونَ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞവരോ അവർ അവരുടെ ധിക്കാരത്തിന്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. قُلْ لَا أَقُولُ لَكُمْ عِندِي خَزَائِنُ اللَّهِ وَلَا أَعْلَمُ الْغَيْبَ وَلَا أَقُولُ لَكُمْ إِنِّي مَلَكٌ إِنْ أَتَّبِعُ إِلَّا مَا يُوحَى إِلَيَّ
قل هل يستوي الأعمى والبصير أفلا تتفكرون. പ്രവാചകൻ അവരോട് പറയുക, എന്റെ പക്കൽ അല്ലാഹുവിന്റെ ഖജനാവുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാൻ അതിഭൗതിക കാര്യങ്ങൾ അറിയുന്നുമില്ല. ഞാനൊരു മലക്കാണെന്നും നിങ്ങളോട് പറയുന്നില്ല. എനിക്കവതരിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യബോധനത്തെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അവരോട് ചോദിക്കുക, അന്ധരും കാഴ്ചയുള്ളവരും തുല്യരാവുക സാധ്യമാണോ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഹൃദയങ്ങൾ അടച്ചു മുദ്രവെക്കുക എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് അവരുടെ ചിന്താശക്തിയും ഗ്രഹണശക്തിയും എടുത്തുകളയുകയെന്നാണ്. وأنذر به الذين يخافون أن يحشروا إلى ربهم ليس لهم من دونه ولي ولا شفيع لعلهم يتقون. പ്രവാചക, പ്രപഞ്ചനാഥന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നും അന്ന് അവനല്ലാതെ അവർക്ക് രക്ഷകനോ സഹായിയോ ശുപാർശകനോ ആയിരിക്കാൻ അധികാരമുള്ള ഒരുത്തനും ഉണ്ടായിരിക്കുന്നതല്ല എന്നും ഭയപ്പെടുന്ന ജനങ്ങളെ ഈ ദിവ്യജ്ഞാനം മുഖേന ഉപദേശിക്കുക. അവർ ദൈവഭക്തി കൈക്കൊണ്ടെങ്കിലോ? ഒരുനാൾ ഇഹലോകം വെടിഞ്ഞ് അള്ളാഹുവിന്റെ മുഖം കാണേണ്ടി വരുമെന്ന് ബോധമില്ലാതെ ഐഹിക ജീവിതാഡംബരത്തിൽ മതിമറന്നു കഴിയുന്ന ജനങ്ങളുണ്ടല്ലോ, അവർക്ക് താക്കീതും മുന്നറിയിപ്പും നൽകിയിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്ത് കാട്ടിക്കൂട്ടിയാലും പരലോകത്ത് ചെല്ലുമ്പോൾ തങ്ങൾക്ക് യാതൊരു ദോഷവും പറ്റാനില്ല. ഒരു രോമത്തിന് പോലും കേടുവരുന്നതല്ല. അവിടെ തങ്ങളെ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വാധീനശക്തിയുള്ള വലിയമാരുണ്ട്. തങ്ങളുടെ പാപമോചനത്തിന്റെ പേരിൽ ബലിയായ ദൈവപുത്രനുണ്ട് എന്നിങ്ങനെ തീരെ അടിസ്ഥാനരഹിതങ്ങളായ മിഥ്യാ അവലംബങ്ങളിൽ കടിച്ചു തൂങ്ങുന്നവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ വിട്ട് ദൈവസമക്ഷം ഹാജരാവേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഉപദേശിക്കുന്നതിൽ മുഴുശ്രദ്ധയും പതിക്കുക. അവർക്കു മാത്രമേ ഉപദേശം ഫലവത്തായിത്തീരൂ. അവരെ നന്നാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ولا تطرد الذين يدعون ربهم بالغداة والعشي يريدون وجهه ما عليك من حسابهم من شيء وما من حسابك عليهم من شيء فتطردهم فتكون من الظالمين. റബ്ബിനെ രാപ്പകൽ പ്രാർത്ഥിക്കുകയും അവന്റെ പ്രീതി തേടുന്നതിൽ തന്നെ നിരതരായിരിക്കുകയും ചെയ്യുന്നവരെ നിന്നിൽ നിന്ന് അകറ്റിക്കളയാൻ പാടില്ല. അവരുടെ കണക്കിൽപ്പെട്ട ഒന്നിന്റെയും ഉത്തരവാദിത്വം നിന്റെ പേരിലില്ല. നിന്റെ കണക്കിൽപ്പെട്ട ഒന്നിന്റെയും ഉത്തരവാദിത്വം അവരുടെ പേരിലുമില്ല. എന്നിട്ടും അവരെ ആട്ടിയകറ്റുകയാണെങ്കിൽ നീ അക്രമികളുടെ ഗണത്തിൽപ്പെട്ടുപോകും. ഖുറൈശി പ്രമാണികൾക്കും പ്രധാനികൾക്കും തിരുമേനിയുടെ പേരിലുള്ള ആക്ഷേപങ്ങളിലൊന്ന് ഇതായിരുന്നു: മുഹമ്മദിന്റെ കൂടെയിരിക്കുന്ന ആളുകൾ മിക്കവരും ഞങ്ങളുടെ അടിമകളും ഭൃത്യജനങ്ങളുമാകുന്നു. കേവലം താണജാതിക്കാർ. ഇവരുടെ ഒപ്പം ഞങ്ങൾ എങ്ങനെ വന്നിരിക്കും? അമ്മാർ, ബിലാൽ, സുഹൈബ്, ഹബ്ബാബ് തുടങ്ങിയ ഈ പാവങ്ങളെ മാത്രമേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് അള്ളാഹുവിന് കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ തിരുമേനിയുടെ സഖാക്കളെ അവർ കളിയാക്കിയിരുന്നു. സത്യവിശ്വാസികളുടെ ദൈന്യസ്ഥിതിയെ കളിയാക്കുക മാത്രമല്ല, അവരിൽ വല്ലവരിൽ നിന്നും മുമ്പ് വല്ല ധാർമ്മിക വൈകല്യവും വന്നിരുന്നെങ്കിൽ അതിനെ പൊക്കിപ്പിടിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വരെ ഇന്നതൊക്കെ ചെയ്തിരുന്ന ആളാണിപ്പോൾ വലിയ മഹാത്മാവായിരിക്കുന്നത് എന്നൊക്കെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞിരുന്നു. ഇത്തരം ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് പ്രകൃത സൂക്തം അവതരിച്ചിട്ടുള്ളത്. നിന്റെ കണക്കിൽപ്പെടാത്ത ഒന്നിന്റെയും ഉത്തരവാദിത്വം അവരുടെ പേരിലല്ല എന്ന വാക്യത്തിന്റെ സാരം ഇതാണ്: അവനവന്റെ ഗുണദോഷങ്ങൾക്കുത്തരവാദി അവനവൻ തന്നെയാണ്. ഈ പാവങ്ങളായ മുസ്ലിങ്ങളിൽ ഒരാളുടെയും പ്രവൃത്തിയെപ്പറ്റി താങ്കളെക്കൊണ്ട് ഉത്തരം പറയിക്കുകയില്ല. താങ്കളുടെ പ്രവൃത്തിയെപ്പറ്റി അവരും ഉത്തരം പറയേണ്ടി വരില്ല. താങ്കളുടെ ഓഹരിയിലുള്ള നന്മ പിടിച്ചെടുത്ത് അവർക്കോ അവരുടെ ഓഹരിയിലുള്ള തിന്മ താങ്കൾക്കോ നൽകുന്നതുമല്ല. എന്നിരിക്കെ
താങ്കളുടെ അടുക്കൽ കേവലം സത്യാന്വേഷികളായി വന്നിരിക്കുന്ന ഈ ജനങ്ങളെ എന്തിന് ആട്ടിക്കളയണം? وَكَذَلِكَ فَتَنَّا بَعْضَهُم بِبَعْضٍ لِيَقُولُوا أَهَٰؤُلَاءِ مَنَّ اللَّهُ عَلَيْهِم مِّن بَيْنِنَا أَلَيْسَ اللَّهُ بِأَعْلَمَ بِالشَّاكِرِينَ. വാസ്തവത്തിൽ നാം ഇപ്രകാരം ഇവരിൽ ചിലർ മൂലം പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. അവരെ കണ്ടിട്ട് അക്കൂട്ടർ ഇവരാണോ നമുക്കിടയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ലഭിച്ചവർ എന്ന് പറയുന്നതിനു വേണ്ടി? എന്ത്, ദൈവം തന്റെ നന്ദിയുള്ള ദാസന്മാരെ അവരെക്കാളേറെ അറിയുന്നില്ലെന്നോ? ദരിദ്രജനങ്ങൾക്കും സമൂഹത്തിൽ പിന്നാക്കമായി ഗണിക്കപ്പെടുന്നവർക്കും ആദ്യമായി സത്യവിശ്വാസത്തിനുള്ള ഉദവി നൽകുകയാണ് അള്ളാഹു ചെയ്തത്. അങ്ങനെ ധനിക പ്രമാണികളെയും മാന്യന്മാരെന്ന് നടിക്കുന്നവരെയും അവൻ പരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണെന്ന് സാരം. فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم